2025 കാനഡയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇത് കാനഡയിലെ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും താൽക്കാലികമായി താമസിക്കുന്നവർക്കും ഒരുപോലെ ബാധകമാകും. കുടിയേറ്റം, നികുതി, തൊഴിൽ നിയമങ്ങൾ, ഗതാഗത നിയമങ്ങൾ, ഭവന പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി നയങ്ങൾ എന്നിവയിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പുതിയ കുടിയേറ്റ ലക്ഷ്യങ്ങളും മുൻഗണനകളും എന്തൊക്കെയാണെന്ന് നോക്കാം. 2025-27 കണക്കനുസരിച്ച് സ്ഥിരതാമസക്കാരായി വരുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ കാനഡ തീരുമാനിച്ചിട്ടുണ്ട്. 2025 3,95,000 ആളുകളെ മാത്രമേ സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുക്കൂ. ഇത് നേരത്തെ തീരുമാനിച്ചതിലും 1,05,000 കുറവാണ്. അടുത്ത കാലത്തൊന്നും കാനഡ കുടിയേറ്റത്തിനുള്ള ആളുകളുടെ എണ്ണം കുറച്ചിട്ടില്ല. കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും മുൻഗണന നൽകും. ഏകദേശം 40% സ്ഥിരതാമസക്കാരും ഈ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും. വിദഗ്ധരായ ആളുകളെ തിരഞ്ഞെടുക്കുന്ന എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ 2025 വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാനഡയിൽ ജോലി പരിചയമുള്ളവർക്ക് കൂടുതൽ മുൻഗണന നൽകും. വിദ്യാഭ്യാസം എന്നൊരു പുതിയ വിഭാഗത്തെ എക്സ്പ്രസ് എൻട്രിയിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഗതാഗതം എന്ന വിഭാഗത്തെ ഒഴിവാക്കി. 2025 എക്സ്പ്രസ് എൻട്രിയിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ല ഫ്രഞ്ച് ഭാഷ പ്രാവീണ്യമുള്ളവർക്കാണ് എക്സ്പ്രസ് എൻട്രിയിൽ മുൻഗണന നൽകുന്നത്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, സാമൂഹ്യ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ട്രേഡ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിദ്യാഭ്യാസം നൽകുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇതൊക്കെയാണ് എക്സ്പ്രസ് എൻട്രിയിലെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ. ഓരോ വിഭാഗത്തിലെയും യോഗ്യതയുള്ള ജോലികളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ 8 ജോലികൾ പുതുതായി ചേർക്കുകയും 6 എണ്ണം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റീം മേഖലയിൽ 6 എണ്ണം കൂട്ടിച്ചേർക്കുകയും 19 എണ്ണം കുറയ്ക്കുകയും ചെയ്തു. ട്രേഡ്സിൽ 19 എണ്ണം ചേർക്കുകയും 4 എണ്ണം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അഭയാർത്ഥി സംവിധാനത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാനഡ അഭയാർത്ഥികളെയും രാഷ്ട്രീയ അഭയം തേടുന്നവരെയും കുറിച്ചുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഭയം തേടുന്നവരുടെ അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കും. ചിലപ്പോൾ 30 ദിവസത്തിനുള്ളിൽ തന്നെ കേസ് കേൾക്കും. സുരക്ഷിതമെന്ന് കരുതുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കും. തിരിച്ചറിയൽ രേഖകൾ ഉറപ്പുവരുത്തുന്നതിനും ഓൺലൈൻ അപേക്ഷകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകും. കാനഡ US സുരക്ഷിത രാജ്യം ഉടമ്പടി കൂടുതൽ വിപുലീകരിക്കും. നികുതി നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ 2025 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ലിബറൽ സർക്കാർ പുതിയ നികുതി നിയമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യക്തിഗത നികുതിയിലെ മാറ്റങ്ങൾ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരുടെ നികുതി നിരക്ക് 1% കുറയ്ക്കും. അതായത് 14% നികുതി. ഇത് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. രജിസ്റ്റേർഡ് റിട്ടയർമെൻറ്റ് ഇൻകം ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക 25% കുറയ്ക്കും. ഇതൊരു വർഷത്തേക്ക് മാത്രമാണ്. പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സിന് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹീറോ ടാക്സ് ക്രെഡിറ്റ് എന്ന പേരിൽ പ്രതിവർഷം $1,100 വരെ ലഭിക്കും. വോളണ്ടിയർ ഫയർ ഫൈറ്റർമാർക്കും തിരച്ചിൽ രക്ഷാപ്രവർത്തകർക്കുമുള്ള ടാക്സ് ക്രെഡിറ്റ് $3,000 നിന്ന് $6,000 ഉയർത്തി. ഇത് 2024 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതിയ ബിസിനസ് ടാക്സ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാനഡ പേറ്റന്റ് ബോക്സ് പ്രോഗ്രാം വഴി വലിയ കമ്പനികൾക്കും ചെറിയ ബിസിനസ്സുകൾക്കും കോർപ്പറേറ്റ് നികുതി പകുതിയായി കുറയ്ക്കും. കനേഡിയൻ സ്റ്റാർട്ടപ്പുകൾക്ക് ഫ്ലോ ത്രൂ ഷെയർസ് നൽകുന്നതിലൂടെ നിക്ഷേപകർക്ക് ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ചിലവുകൾ കുറയ്ക്കാൻ കഴിയും. ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് AI ഉപയോഗിക്കുന്ന പ്രൊജക്റ്റുകൾക്ക് 20% ടാക്സ് ക്രെഡിറ്റ് നൽകും. ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. മാനുഫാക്ചറിംഗ്, പ്രോസസ്സിംഗ്, മിഷനറി, ക്ലീൻ എനർജി എക്യുപ്മെൻറ്റ്, വെഹിക്കിൾസ് എന്നിവരുടെ ചിലവുകൾ ഉടനടി കുറയ്ക്കാൻ അനുവദിക്കും. കാർബൺ വിലനിർണ്ണയത്തിൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഉപഭോക്താക്കൾ നൽകുന്ന കാർബൺ ടാക്സ് ഒഴിവാക്കി. എന്നാൽ വ്യവസായ സ്ഥാപനങ്ങൾ നൽകുന്ന കാർബൺ വില നിലനിർത്തും. ഗ്രീൻ ഹൗസ് ഗ്യാസ് പൊല്യൂഷൻ പ്രൈസിംഗ് ആക്ട് അനുസരിച്ച് ഏപ്രിൽ 1 മുതൽ ഇന്ധനവില ഈടാക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. 2025 മാർച്ച് 31 ശേഷം ഇന്ധനവില ഈടാക്കുന്ന പ്രോഗ്രാമിനായി പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. നിലവിലെ രജിസ്ട്രേഷൻ നവംബർ 1 റദ്ദാക്കും. കാനഡയിലെ തൊഴിലാളികളുടെ വേതനം പ്രൊവിൻസ് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഫെഡറൽ മിനിമം വേതനം 2.4% വർദ്ധിപ്പിച്ച് ഏപ്രിൽ 1 മുതൽ മണിക്കൂറിന് $17.75 ഉയർത്തിയിട്ടുണ്ട്. ഒൻറ്റോറിയയിൽ കുറഞ്ഞ വേതനം ഒക്ടോബർ 1 മുതൽ മണിക്കൂറിന് 17.2 നിന്ന് 17.6 ഉയർത്തും. ക്യൂബെക്ക് മെയ് 1 കുറഞ്ഞ വേതനം മണിക്കൂറിന് $15.75 നിന്ന് $16.10 വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിൽ കുറഞ്ഞ വേതനം ജൂൺ 1 മണിക്കൂറിന് $17.85 ഉയർത്തും. പുതിയ ഡ്രൈവിംഗ് നിയമങ്ങളും നിയന്ത്രണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ജൂലൈ 1 മുതൽ കാനഡയിൽ പുതിയ ഡ്രൈവിംഗ് നിയമങ്ങൾ നടപ്പിലാക്കും. ഇത് റോഡിലെ സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണത്തും ലക്ഷ്യമിട്ടുള്ളതാണ്. ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് കടുത്ത ശിക്ഷ നൽകും. എല്ലാ പ്രൊവിൻസുകളിലും ടെറിട്ടറികളിലും ഇത് ബാധകമാണ്. $750 കൂടുതൽ പിഴയും
4 ഡീമെറിറ്റ് പോയിന്റുകളും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. 10,000 കിലോഗ്രാമിലധികം ഭാരമുള്ള വലിയ വാഹനങ്ങൾക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടാകും. മണിക്കൂറിൽ 105 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. നിയമം ലംഘിച്ചാൽ $10,000 വരെ പിഴ ഈടാക്കും. പുതിയ ഡ്രൈവർമാർക്കുള്ള ലൈസൻസിംഗ് കാലയളവ് കൂട്ടി. ഒൻറ്റോറിയയിലും ബ്രിട്ടീഷ് കൊളംബിയയിലും കുറഞ്ഞത് 8 മാസത്തിൽ നിന്ന് 12 മാസമായി പഠന കാലയളവ് വർദ്ധിപ്പിച്ചു. സീറോ എമിഷൻ വെഹിക്കിൾ വാങ്ങുമ്പോൾ ഇക്കോ ഡ്രൈവിംഗ് കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് ഇളവ് ലഭിക്കും. ഈ കോഴ്സുകൾ പൂർത്തിയാക്കുന്ന ഡ്രൈവർമാർക്ക് ഫെഡറൽ, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ ചേർന്ന് $7,500 വരെ ഇളവ് നൽകും. കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിക്കുക, ബ്രേക്ക് ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, യാത്രകൾ പ്ലാൻ ചെയ്ത് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കും. ഇത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. കാനഡ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കൂടുതൽ പണം മുടക്കും. കുടുംബാരോഗ്യ സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, ആരോഗ്യ സംരക്ഷണത്തിലെ കാലതാമസം കുറയ്ക്കുക, ആരോഗ്യ സംരക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുക എന്നിവയ്ക്കായി പ്രൊവിൻസുകൾക്കും ടെറിട്ടറികൾക്കുമായി $200 ബില്യൺ നൽകും. കനേഡിയൻ ഡെന്റൽ കെയർ പ്ലാൻ വഴി 9 മില്യൺ ആളുകൾക്ക് ദന്ത സംരക്ഷണം നൽകും. ഇതിനോടകം 1.2 മില്യൺ ആളുകൾ ഈ സേവനം ഉപയോഗിക്കുന്നുണ്ട്. പുതിയ ഫാർമാകെയർ പദ്ധതിയിലൂടെ പ്രമേഹത്തിനുള്ള മരുന്നുകളും ഗർഭനിരോധന ഉപാധികളും സൗജന്യമായി നൽകും. 2024-25 ബഡ്ജറ്റിൽ സാർവത്രിക ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി 10 വർഷത്തിനുള്ളിൽ $200 ബില്യൺ അധികമായി നീക്കിവെച്ചിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരെ സഹായിക്കുന്നതിന് പുതിയ ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഒരു തവണയായി പണം നൽകുന്നതിന് പകരം എല്ലാ മാസവും പണം നൽകും. ഇതിനുള്ള യോഗ്യത ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് $42,000 വരെ വരുമാനമുണ്ടായിരിക്കണം. കുടുംബത്തിന് $68,000 വരെ വരുമാനമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോ പ്രൊവിൻസിയിലെയും ആളുകൾക്ക് ലഭിക്കുന്ന തുക എത്രയാണെന്ന് നോക്കാം. ഒൻറ്റോറിയോ $250 മുതൽ $400 വരെ, ബ്രിട്ടീഷ് കൊളംബിയ $275 മുതൽ $425 വരെ, ആൽബർട്ട $200 മുതൽ $350 വരെ, ക്യൂബക് $180 മുതൽ $300 വരെ എന്നിങ്ങനെയാണ്. പൊതുഭൂമി ഉപയോഗിച്ച് 2031 2,50,000 പുതിയ വീടുകൾ നിർമ്മിക്കാൻ കാനഡ പദ്ധതിയിടുന്നുണ്ട്. 1.87 മില്യൺ വീടുകൾ നിർമ്മിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2 മില്യൺ പുതിയ വീടുകൾ കൂടി നിർമ്മിക്കും. വാടക അപ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ $15 ബില്യൺ അധികമായി നൽകും. ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയിൽ താങ്ങാനാവുന്ന വീടുകൾ നിർമ്മിക്കാൻ കാനഡ ബിൽഡ്സ് എന്ന പദ്ധതി ആരംഭിക്കും. കുടിയേറ്റം നിയന്ത്രിക്കുക, താങ്ങാനാവുന്ന ഭവന പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക വളർച്ച എന്നിവയാണ് 2025 കാനഡയിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ. കുടിയേറ്റത്തിൻ്റെ എണ്ണം കുറക്കുന്നത് ഒരു വലിയ മാറ്റമാണ്. ആരോഗ്യ സംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനുമുള്ള പണം മുടക്കുന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. ഈ മാറ്റങ്ങൾ ഓരോ പൗരന്മാരുടെയും ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വേതനം, നികുതി, ഡ്രൈവിംഗ് നിയമങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ പ്രതിഫലിക്കും. 2025 ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ കാനഡയുടെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ഭരണകൂടം കരുതുന്നത്.